ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. നമസ്കാരം. ADV ന്യൂസിന്റെ വാർത്താധിഷ്ഠിത പരിപാടിയായ വീക്കെൻഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. KSRTC നവീകരണത്തിനായി അധികൃതർ KSRTC ബസ് വഴി കൊറിയർ നടത്തുമ്പോൾ അതിനു ബദലായി കഞ്ചാവ് കടത്തുകയാണ് ഒരു സംഘം ആളുകൾ. വാർത്ത കണ്ട് തിരികെ എത്താം. തമിഴ്നാട്ടിൽ നിന്നും KSRTC ബസ്സിൽ കേരളത്തിലെ തിരുവല്ലയിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന തിരുവല്ല സ്വദേശി സുമിത്തിനെ കഴുതുരുട്ടിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂട്ടുപ്രതികളായിരുന്ന തിരുവല്ല സ്വദേശികളായ കൊച്ചുകുഞ്ഞിന്റെ മകൻ ലിബിൻ, അർജുനൻ മകൻ അജയ്കുമാർ എന്നിവരെ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നിന്നും കുളത്തൂപ്പുഴ CL സുധീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയിരുന്നു. തെങ്കാശി കോട്ടയം KSRTC ബസ്സിൽ 2.350 ഗ്രാം കഞ്ചാവുമായി തിരുവല്ലയിലേക്ക് പോകുന്നതിനിടെയാണ് കഴുതുരുട്ടിൽ വെച്ച് പ്രധാന പ്രതി സുമിത്തിനെ പോലീസ് പിടികൂടിയിരുന്നത്. ഇതേ തുടർന്നാണ് കൂട്ടുപ്രതികളായ ലിബിനും അജയ്കുമാറും കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായത്. ഒപ്പം രജിസ്റ്റർ നമ്പർ തിരുത്തി അജയ്കുമാർ ഉപയോഗിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CPOമാരായ അജിത് ലാൽ, ദീപക്, അനിൽ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കഞ്ചാവ് കടത്തിയ കേസിൽ ഒരാളെ കൂടി ഇനിയും പിടികൂടാനുണ്ട്. തമിഴ്നാട് കമ്പത്ത് സ്വദേശി കുംഭേന്ദ്രനാണ് പിടികൂടാനുള്ളത്. ഇയാളെ ഉടൻ പിടിക്കുമെന്ന് CL സുധീർ കുമാർ പറഞ്ഞു. മണലിൽ വാർഡിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഏരൂർ ഗ്രാമപഞ്ചായത്ത് മണലിൽ വാർഡിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് ഭവൻ, മണലിൽ പച്ച അംഗൻവാടി, 5 ചെറുകിട കുടിവെള്ള പദ്ധതികൾ, ഗ്രാമകേന്ദ്രം, വിവിധ റോഡുകൾ തുടങ്ങിയവയായിരുന്നു ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ. ചടങ്ങിന് VK സോമശേഖരപിള്ള അധ്യക്ഷത വഹിച്ചു. K അനിമോൻ സ്വാഗതം പറഞ്ഞു. പൊതുസമ്മേളനം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും വിസ്മയകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വാർഡുകളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ചെലവഴിക്കുന്ന തുകയുടെ ഒരു കേവലമായ പരിച്ഛേദമാണ്. ഒരുപക്ഷെ ഇത്രയും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്ക്
അധികാര വികേന്ദ്രീകരണം ഏറ്റവും ശക്തമായ നിലയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ ഇവിടെ തന്നെ പാർലമെന്റ് അംഗം ശ്രീ കെ ബാലഗോപാലിന്റെ ഫണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപ, രാജു MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ, പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ, അങ്ങനെ 30 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പഞ്ചായത്തിന്റെ കൺവെൻഷൻ സെന്ററും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി സംരംഭങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ചുരുങ്ങിയ 4.5 വർഷക്കാലം അല്ലെങ്കിൽ 5 വർഷക്കാലം കൊണ്ട് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ചടുലമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ഈ പ്രദേശത്തിന്റെ. പഞ്ചായത്ത് ഭവൻ MB ബ്ലോക്ക് KN ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വയലിന് റോഡില്ലാത്തൊരു സ്ഥലത്ത് റോഡ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടുന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ MLA അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണ് ജില്ലാ പഞ്ചായത്ത്. അവിടെ റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വെച്ചു. അവിടെ റോഡിന്റെ പ്രവർത്തനം ആദ്യം തുടങ്ങി. ഇപ്പൊ ആ റോഡ് അന്ന് ചെറിയൊരു 10 ലക്ഷം രൂപ തുടങ്ങിയ റോഡാണെങ്കിൽ അതിനുശേഷം 25 ലക്ഷം രൂപ മുടക്കി ടാർ റോഡാക്കി ഒലിയരുവ് വരെ, ഏകദേശം ഒലിയരുവ് വെള്ളച്ചാട്ടം വരെ ആൾക്ക് സുഖമായി പോകാൻ കഴിയുന്ന ഒരു റോഡായി മാറിയിട്ടുണ്ട്. അന്ന് പോകുമ്പോൾ ഞങ്ങൾ അവിടെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. പഞ്ചായത്ത് ഭവൻ MLA ബ്ലോക്ക് അഡ്വക്കേറ്റ് രാജു MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ എനിക്കിപ്പോ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ വേണ്ടി കഴിയും, നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആയിരനെല്ലൂർ വില്ലേജ് വരുന്ന പ്രദേശം, ആർച്ചൽ വാർഡ് മുതൽ ആയിരനെല്ലൂർ വാർഡ് വരെയുള്ള ഈ പ്രദേശത്ത് വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നു വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം. കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും സഹകരിച്ച് ചെയ്തപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യനെ അതിനകത്ത് പറയുകയായിരുന്നു, നാടാകെ ഇളവി വരേണ്ട ഒരു വികസന പ്രവർത്തനമാണല്ലോ ചെയ്തതെന്നുള്ളത്. അത്ര ഒരു ഇളക്കം കാണുന്നില്ലെങ്കിലും ഗ്രാമകേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ പനയഞ്ചേരിയിൽ കഠോപനിഷത്ത് ക്ലാസ് ആരംഭിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്ററിന്റെയും പനയഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഠോപനിഷത്ത് വ്യാഖ്യാന ക്ലാസ് ആരംഭിച്ചു. ആർട്ട് ഓഫ് ലിവിംഗിൻ്റെയും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് മുതൽ 12-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ സംഘടിപ്പിച്ചിരിക്കുന്ന കഠോപനിഷത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ ജ്ഞാന സദസ്സിലേക്ക് മുഴുവൻ ആളുകളെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് 12-ന് സമാപിക്കും. പനയഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം സംസ്കൃത ജ്യോതിഷ പണ്ഡിതനായ വാസുദേവൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. നമേ ഭക്ത പ്രണശ്ശരി എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പ്രഹ്ലാദനെയോ ധ്രുവ രാജകുമാരനെയോ അജാമിളനെയോ പിങ്കളയെയോ ഗജേന്ദ്രനെയോ ഇവരെയൊക്കെ സ്മരിക്കാം. ഭാഗവതവും മറ്റും വായിച്ചിട്ടുള്ള പുരാണ ഇതിഹാസങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് ഏത് ആപത്ഘട്ടത്തിലും ഏത് സന്ദിഗ്ധാവസ്ഥയിലും ഭഗവാൻ ഭക്തനെ രക്ഷിക്കും. ത്തിൻ്റെ ജ്ഞാനകാണ്ഡമാണ്, അത് വേദാന്തമാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദാന്തമാണ്. വേദം എന്ന് പറഞ്ഞാൽ അപൗരുഷികമായ അപൗരുഷേയമായ ഈശ്വരസൃഷ്ടമായ ജ്ഞാനഗ്രന്ഥങ്ങളാണ്. പണ്ഡിതന്മാർക്ക്, വളരെ അറിവുള്ളവർക്ക് മാത്രം വായിച്ചാൽ മനസ്സിലാകുന്ന വൈദിക സംസ്കൃത ഭാഷയിലുള്ള കുറച്ച് കഠിനമായ മാർഗമാണ് വൈദിക മാർഗം. അതിലെ ജ്ഞാനവും കർമ്മവും രണ്ടും.
ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്റർ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഉല്ലാസ്, കൊച്ചുകുട്ടൻപിള്ള, ഹരി എന്നിവർ പ്രസംഗിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് അന്തർദേശീയ അധ്യാപകൻ ജി രാകേഷ് നേതൃത്വം നൽകുന്ന വ്യാഖ്യാന ക്ലാസ്സിൽ 100ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സത്സംഗം നടത്തി. സാധാരണ നാം കണ്ടുവരുന്ന അംഗൻവാടി കെട്ടിടങ്ങളിൽ നിന്നും വിഭിന്നമാകുകയാണ് അഞ്ചൽ തഴമേലിലെ അംഗൻവാടി. ചിറയുടെ കരയിലാണ് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ചിറയോട് ചേർന്ന് അംഗനവാടി നിർമ്മിച്ച അഞ്ചൽ പഞ്ചായത്ത് അധികൃതർ ആപ്പിലായി. ലക്ഷങ്ങൾ ചിലവഴിക്കുകയാണ് അഞ്ചൽ ആയിരവല്ലി ചിറയോട് ചേർന്ന് അഞ്ചൽ പഞ്ചായത്ത് അധികൃതർ അംഗനവാടി നിർമ്മിച്ചത്. ചിറയുടെ കരയിൽ നിർമ്മിച്ച അംഗനവാടിയിൽ കുട്ടികളെ അയച്ചാൽ അപകടം ഉറപ്പാണെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് പിന്നീടാണ് മനസ്സിലായത്. ചിറയോട് ചേർന്ന് അംഗനവാടി നിർമ്മിച്ച കരാറുകാരന് ബില്ല് സർക്കാർ ഇതുവരെ മാറി നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ ചിറയോട് ചേർന്ന് അംഗനവാടി പ്രവർത്തിച്ചാൽ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെടുമെന്ന് മനസ്സിലാകാതെ ഫണ്ട് എങ്ങനെയെങ്കിലും ചിലവാക്കിയാൽ മതിയെന്ന് കരുതുന്ന പഞ്ചായത്ത് അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. അഞ്ചൽ പഞ്ചായത്തിലെ വട്ടമൺ വാർഡിലാണ് ഈ അംഗൻവാടി കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. അർച്ചന ഫാമിലി AC ആൻഡ് നോൺ AC റെസ്റ്റോറന്റ് അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC, നോൺ AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non AC Restaurant Anjal. Contact 0475 227 332 9947 03 5040. സവാളയ്ക്ക് വിപണിയിൽ തീവില, പക്ഷേ അധികൃതർ സവാളയ്ക്ക് നൽകുന്നതോ പുല്ലുവില. അഞ്ചൽ കൃഷിഭവന്റെ എ ഗ്രേഡ് ക്ലസ്റ്റർ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിൽ ഓണക്കച്ചവടത്തിനായി എത്തിച്ച 50 ചാക്കോളം വരുന്ന സവാള
കെട്ടിക്കിടന്ന് നശിക്കുന്നു. അഞ്ചൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന വിപണന കേന്ദ്രത്തിലാണ് ചാക്ക് കണക്കിനുള്ള സവാള നശിക്കുന്നത്. ബാക്കി ഓണത്തിനിടയ്ക്ക് അന്നൂരം അവിടെ ഇരിക്കുമല്ലേ അത് ഇത് നശിക്കുമോ? ഇത് നശിക്കുമോ? അത് ചേനയൊക്കെ കുരുത്തിരിക്കുമല്ലേ അതിനകത്ത് ചേന ശരിക്കും ഇരിപ്പുണ്ട്. എന്തൊക്കെ ചേന സവാള അങ്ങനെ കുറേയൊക്കെ തേങ്ങയാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു. ബാക്കി സാധനം മൊത്തം അതിനകത്തിരിക്കുക. ഓണത്തിന് മുമ്പ് ഇറക്കിയതാണ്. ഇത് നശിക്കുമോ? നശിക്കുമോ? അത് ഇരുന്നാൽ ഈ പിന്നെ ഇരിപ്പിനെ ഈ പച്ച സവാള ഇരിപ്പിനിരുന്നത് കുരുത്ത് പിന്നെ കേടായിട്ട് പോകത്തേ ഉള്ളത്, നിൽക്കത്തില്ല. ഉണക്ക സവാള കുറച്ച് ദിവസം ഇരിക്കും. എത്ര രൂപ മുതൽ കാണും സവാള? അതിനെപ്പറ്റി അറിയാൻ അത് ചാക്ക് തോനെ കിടപ്പുണ്ട്. 50 രൂപ പുറത്ത് വിലയുള്ള കിലോയ്ക്ക്. കൃഷി വകുപ്പ് അധികൃതരുടെ അനാസ്ഥ മൂലമാണ് തീ വിലയുള്ള സവാളകൾ കെട്ടിക്കിടന്ന് നശിക്കുന്നത്. ISO അംഗീകാരം ലഭിക്കാൻ വേണ്ടി മാത്രം മാലിന്യ നിർമ്മാർജ്ജനം. ദിവസങ്ങൾ കഴിഞ്ഞ് അധികൃതർ RPL തൊഴിലാളികളെ കൈയൊഴിഞ്ഞു. ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ആരംഭിച്ച ജില്ലയിലെ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ ആയിരനെല്ലൂർ കുളത്തൂപ്പുഴ തോട്ടങ്ങളിൽ ലേബർ കോളനികളിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി കോളനികളിൽ സ്ഥാപിച്ചിട്ടുള്ള ശേഖരണികളുടെയും പദ്ധതികളുടെയും ആയുസ് ദിവസങ്ങൾ മാത്രമായി ചുരുങ്ങുന്നു. ISO അംഗീകാരം ലഭിക്കാനായി മാത്രം കോളനികളിലെ ശുചിത്വം ഉറപ്പാക്കുന്നതിനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് ബോർഡുകൾ സ്ഥാപിച്ചും വീപ്പകളിൽ മാലിന്യങ്ങൾ വെവ്വേറെ ശേഖരിച്ച് കരദ്രവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതായുമായാണ് വെയ്പ്പ്. അധികൃതർ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതിന് തൊട്ടു പിന്നാലെ RPLന്റെ ശുചിത്വവും അവിടെ തീരുകയാണ്. RPLന്റെ ഈ തറവേലയ്ക്ക് ഒത്തുകളിക്കുന്ന ISOയുടെ വിശ്വസ്തതയ്ക്ക് ഇത്തരം നടപടികൾ മങ്ങലേൽപ്പിക്കുകയാണ്. ഓട അടഞ്ഞ് മലിനജലം റോഡിലൂടെ ഒഴുകിയിട്ടും അധികാരികൾക്ക് കുലുക്കമില്ല. ഒടുവിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഓട വൃത്തിയാക്കി. മണ്ണ് മൂടിയതുമൂലം ഓടയിലെ മലിനജലം റോഡിലൂടെ ഒഴുകി കാൽനട യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും പകർച്ചവ്യാധി ഭീഷണി നേരിട്ടിട്ടും പഞ്ചായത്ത് ഓട നവീകരിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ മണ്ണ് മൂടിയ ഓട നാട്ടുകാർ നവീകരിച്ചു. പഞ്ചായത്തിന് ആർക്കും വേണ്ട. സമ്മതി കഴിഞ്ഞു. ഭരണസമിതിയുടെ സമയം കഴിഞ്ഞില്ല, കഴിയാൻ പോകുന്നു. അതെ, അതുകൊണ്ട് അവർക്ക് താല്പര്യമൊന്നുമില്ല. ജനങ്ങളെയും വേണ്ട. ഈ ഇതിലേ കൂടെ നടക്കുന്ന ഇത്രയും കുഞ്ഞുങ്ങളെ ആ ഒരു ബുദ്ധിമുട്ട് പോലും അവർ കണക്കിലെടുക്കുന്നില്ല. നമ്മുടെ കാര്യം എങ്ങനെയോ പോട്ടെ, അതിന് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ആളിനെ നിർത്തി ചെയ്യിപ്പിക്കുക. എത്ര കണ്ടാ സഹിച്ചിരിക്കുക? ഇത് നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. പല തവണയല്ല, ജില്ലാ കളക്ടർ മുതൽ ഇങ്ങോട്ട് എന്തോ പഞ്ചായത്ത് സെക്രട്ടറി, ഹെൽത്ത് ഡയറക്ടർ, ഹെൽത്ത് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ പെറ്റീഷൻ കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ മേളിൽ PWD ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണ്? വാർഡ് മെമ്പർ മിസ്റ്റർ ബദറുദ്ദീൻ അഞ്ചൽ. പുള്ളിയുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പല പ്രാവശ്യം പുള്ളി ഇവിടെ വന്നതെല്ലാം കണ്ടിരുന്നു. പല പ്രാവശ്യം കണ്ട് രസിച്ച് ഹായ് പറഞ്ഞു പോയതാണ്. അല്ലാതെ ഒരു ഗുണം ഉണ്ടായില്ല, ഒരു പ്രയോജനവും നമുക്കുണ്ടായില്ല. നമുക്കെല്ലാം ഈ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കോ മറ്റ് പരിസരവാസികൾക്കോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഭാഗത്ത് പോലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കൊല്ലം കളക്ടറൊക്കെ ആദ്യം ഇത് കൊടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ്, ഹെൽത്ത് ഡയറക്ടർ, എല്ലാ ആൾക്കാർക്കും വേണ്ടി ഇതിന് പരാതി കൊടുത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എത്ര ദിവസം ജോലിക്കൂലിയായി? ഇതിപ്പോൾ 3ാമത്തെ ദിവസം. അഞ്ചൽ പുനലൂർ റോഡിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് സമീപമാണ് സംഭവം. ഓട നിറഞ്ഞ് മലിനജലം റോഡിലൊഴുകിയ സംഭവം ADV ന്യൂസ് ദൃശ്യം സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടുകാർ ഇതിനുവേണ്ടി അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിലും ആരോഗ്യവകുപ്പ് അധികൃതരെയും പലതവണ നേരിട്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് ഈ വാർഡിലെ ജനപ്രതിനിധിയായ ബദറുദ്ദീനോട് നേരിട്ട് പലതവണ കാര്യം പറഞ്ഞെങ്കിലും ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ തന്നെ സംഘടിച്ച് കൂലിക്ക് ആളെ വെച്ച് ഓട നവീകരിച്ചത്. RPL തൊഴിലാളികളിൽ ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്നു. RPL തോട്ടത്തിലെ തൊഴിലാളിയിൽ വ്യാപകമായി ക്യാൻസർ രോഗം പിടിക്കുന്നതിൽ മറ്റു തൊഴിലാളികൾ കുടുംബാംഗങ്ങൾ ആശങ്ക പടർത്തുന്നു. ഇൻഡോ ശ്രീലങ്ക എഗ്രിമെന്റ് പ്രകാരമാണ് ഇവിടെ അഭയാർത്ഥികളെ പാർപ്പിച്ചിട്ടുള്ളത്. അന്ന് താൽക്കാലികമായിട്ടാണ് ഈ ക്വാർട്ടേഴ്സുകൾ പണിഞ്ഞ് ആസ്പെട്ടാസ് ഷീറ്റ് ഉപയോഗിച്ച് കൊടുത്തത്. എന്നാൽ ഇന്ന് 40-45 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ആസ്പെട്ടാസ് ഷീറ്റ് മാറ്റുകയോ
അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കാലാകാലങ്ങളിൽ ഇതിൻ്റെ കാലാവധി ഷീറ്റിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞതിനു ശേഷം ക്യാൻസറിൻ്റെ അസുഖങ്ങൾ RPL എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളിയുടെ ഇടയ്ക്ക് ഒരുപാട് വ്യാപിക്കുകയുണ്ടായി. ഈ 2009 കൊല്ലം RCCയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സർവേ നടത്തുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട ഇവിടുത്തെ വെൽഫെയർ ഓഫീസർ ഉണ്ടായിരുന്നു, ബോസല്ല കുമരേശനും ഞങ്ങളും പിന്നെ 1-ാം വാർഡ് എസ്റ്റേറ്റ് മെമ്പർ ശോഭ സുരേഷ് ഞങ്ങളൊക്കെ പിന്നെ ഒരു സർവേ നടത്തുകയും എന്നാൽ ആ സർവേയുടെ റിപ്പോർട്ട് കമ്പനിക്ക് കൈമാറുകയും പക്ഷേ അത് ജനങ്ങളെയോ ആ റിപ്പോർട്ട് എന്തുവാ എത്ര ശതമാനം അതിനകത്ത് ക്യാൻസർ അസുഖങ്ങളുണ്ട് എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് ആശങ്ക ഉണ്ട്. മാത്രമല്ല ഈ ഇടയ്ക്ക് ജില്ലാ പഞ്ചായത്തും RPL എസ്റ്റേറ്റും ചേർന്ന് ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തുകയുണ്ടായി. ആ ക്യാമ്പിലും താൽക്കാലികമായിട്ട് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടുന്നതിന് വേണ്ടി മാത്രമാണ് ഒരു ക്യാമ്പ് നടത്തിയത്. എന്നാൽ ഇന്നും RPL എസ്റ്റേറ്റിൽ 200ൻ്റെ പുറത്ത് ക്യാൻസർ അസുഖം ബാധിച്ച തൊഴിലാളികൾ നിലവിൽ മെഡിക്കൽ കോളേജുമായിട്ട് ട്രീറ്റ്മെൻറ്റിൽ കഴിയുകയാണ്. ഇന്ത്യയിലെ ISO കമ്പനി എന്ന് പറയുന്ന RPL എസ്റ്റേറ്റ് ജനങ്ങൾക്ക് പാർപ്പിട സൗകര്യങ്ങളോ ഈ ആസ്പെറ്റാസ് ഷീറ്റിന് പകരം വേറെ ഷീറ്റുകൾ മാറ്റി കൊടുക്കുന്നതിനുള്ള മാർഗങ്ങളോ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ഒരു ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹാളും ഒരു സിറ്റ് ഔട്ടും ഒരു അടുക്കളയുമാണ്. ആ ഒരു ഹാളിനകത്ത് 6-7 കുടുംബങ്ങൾ ഏകദേശം 14-15 അംഗങ്ങളാണ് കഴിയുന്നത്. മാത്രമല്ല ആ ക്വാർട്ടേഴ്സിനകത്ത് ശുദ്ധമായ വായു കടക്കാനുള്ള ജനലുകളോ മറ്റ് ഇല്ല, ഒരു ജനൽ മാത്രമാണ് ഉള്ളത്. വേനൽക്കാലങ്ങളിൽ റാപ്പുകളില്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇത്രയും അതികഠിനമായ ചൂടുള്ള സമയത്ത് വീട്ടിനകത്ത് വന്ന് ആ ആസ്പെറ്റാസിൻ്റെ അടിയിൽ കിടന്നാണ് ഉറങ്ങുന്നത്. ഫാനോ ഇവിടെ എത്ര തൊഴിലാളികളുണ്ട്, എത്രത്തോളം പേർക്ക് ഈ ക്യാൻസർ മനസ്സിലാക്കാൻ ഇവിടെ ഏകദേശം RPL എസ്റ്റേറ്റും കുളത്തുപ്പുഴ എസ്റ്റേറ്റും ചേർത്തിട്ട് 750 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ 1000ൻ്റെ പുറത്ത് ജനങ്ങളുണ്ട്. ഇതിനകത്ത് 200ൻ്റെ പുറത്ത് പിന്നെ ജനങ്ങൾക്ക് പിന്നെ ഈ അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പം ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ആറുമുഖം എന്ന് പറയുന്ന ആൾക്ക് വർഷങ്ങളായിട്ട് ആസ്പെറ്റാസിൻ്റെ അടിയിൽ താമസിക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ ഇതായിട്ട് ഉണ്ടായ ക്യാൻസറാണ്. അദ്ദേഹം ഇപ്പം എൻ്റെ അടുത്തുണ്ട്. മാത്രമല്ല ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈ പിന്നെ ഇത്രയും അസുഖങ്ങൾ ബാധിച്ചിട്ട് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനോ ഇവർക്ക് എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനോ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷേ ISO കമ്പനിയാണ്. വീട് വന്ന് കയറി നോക്കുമ്പോഴത്തേക്ക് നിങ്ങളിപ്പം നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലത്തെ ഒരു പിന്നെ ജനങ്ങൾ പാർക്കുന്നത് ഇതുപോലത്തെ പാവങ്ങൾ കഴിയുന്നത് കന്നുകാലികളെ കാട്ടിലും മോശമാണ്. കാരണം ഒരു റൂമിനകത്ത് 10-20 ജനങ്ങളാണ് ഇതിനകത്ത് കഴിയുന്നത്. വീടുകളുടെ കാര്യമെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആസ്പെറ്റാസ് ഷീറ്റാണ് ഏറ്റവും മെയിൻ. ആസ്പെറ്റാസ് ഷീറ്റിൻ്റെ കാരണം കൊണ്ടാണ് ഇത്രയും അസുഖങ്ങൾ ഉണ്ടാകുന്നത്. വെള്ളത്തിന് ബുദ്ധിമുട്ടാ കേട്ടോ. നല്ല വെള്ളം കിട്ടത്തില്ല ഉണക്ക സമയത്ത്. അവിടെ എവിടെ കിടക്കുന്നത് കുളത്തി അങ്ങ് കിടക്കുന്ന വെള്ളമാണ് കൊണ്ടു തരുന്നത്. ടാങ്കിൽ കൊണ്ടുതരും. വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ടാങ്കിൽ കൊണ്ടുവരുമ്പോ ആളുണ്ടെങ്കിൽ വെള്ളം കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. 5 കുടം. ഈ കോളനികളിൽ വെള്ളം കിടത്തില്ല. അല്ലല്ല, ഇതേ ഉള്ളു കിണർ. അതെ, കിണറില്ല. 2 കിണറേ ഉള്ളു, വെള്ളം ഇല്ല. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരുടെ നിഗമനത്തിൽ RPLൽ തൊഴിലാളികൾക്ക് വ്യാപകമായി ക്യാൻസർ രോഗം പിടിപെടുന്നത് ആസ്ബറ്റോസ് മേൽക്കൂരയിൽ കഴിയുന്നതിനാലാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുള്ളത്. RPLന്റെ ആയിരനെല്ലൂർ കുളത്തൂപ്പുഴ തോട്ടങ്ങളാണുള്ളത്. ഇതിൽ കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ 11 കോളനികളിലായി 500ഓളം കുടുംബങ്ങളാണുള്ളത്. ഇവരിൽ നിന്നും 1000ഓളം തൊഴിലാളികളാണ് RPL തോട്ടത്തിൽ ലേബർമാരായി ജോലി ചെയ്യുന്നത്. ഒരു ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ 6-7 കുടുംബങ്ങളാണ് ശ്വാസം മുട്ടി കഴിയുന്നത്. ഇവർക്ക് തല ചായ്ക്കുവാൻ വർഷങ്ങളായി ആസ്ബറ്റാസ് ഇട്ട കെട്ടിടങ്ങളാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത്. രോഗകാരണം മേൽക്കൂരയാണെന്ന് അറിഞ്ഞിട്ടും മാനേജ്മെന്റിന്റെ നിസ്സഹായതയെ തുടർന്ന് ജീവൻ പണയപ്പെടുത്തി തൊഴിലാളികൾ കുടുംബങ്ങളും അവിടെ തലചായ്ക്കുകയാണ്. ക്യാൻസർ രോഗികളുടെ എണ്ണവും നിലവിലെ വിവരങ്ങളും മറച്ചുവെക്കുന്ന RPL അധികൃതർ തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുകയാണ്.
സൗപർണിക സ്വയം സഹായ സംഘം 17ാം വാർഷികം സംഘടിപ്പിച്ചു. സൗപർണിക സ്വയം സഹായ സംഘം 17ാമത് വാർഷികവും ഓഫീസ് മന്ദിര ഉദ്ഘാടനവും വീടിന്റെ താക്കോൽ ദാനവും നെട്ടയം കോണത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. പരമാവധി 1.5 വർഷം കൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനം പൂർത്തീകരിക്കണം. 1 വർഷം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് മാറിയോടുകൂടി പുനരുദ്ധാരണ പ്രവർത്തനം നിലച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഇഴഞ്ഞെഴുതി നീങ്ങി. സബ്സ്റ്റേഷന് അനുമതി കിട്ടാൻ 2 വർഷമാണ് എടുത്തത്. ഇലക്ട്രിസിറ്റി ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ സബ്സ്റ്റേഷന് അനുമതി കിട്ടാൻ 2 വർഷം. അതുപോലെ തന്നെ ലൈൻ പിടിക്കാനും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഇൻസ്പെക്ഷൻ നടക്കാനും എല്ലാം കൂടെ പിന്നീട് 1 വർഷം. അങ്ങനെ ഒരു കാരണവുമില്ലാതെ 5 വർഷം നഷ്ടപ്പെട്ടു ഈ ഗവൺമെന്റ് കാലഘട്ടം. അവര് സ്വാഭാവികമായിട്ടും ജനാധിപത്യ വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് തുടർന്നു വെച്ച നല്ല കാര്യങ്ങൾ ഇപ്പോൾ വരുന്ന ഗവൺമെന്റ് തുടരണം. ആ രീതിയിൽ അംഗീകരിക്കാനും പിന്നെ അവരുടെ പ്രവർത്തനത്തെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മൾ തയ്യാറാണ്. എന്നാൽ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ആ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചപ്പോൾ മറ്റു ചില ജനപ്രതിനിധികൾ ഇത് ഡൽഹിയിൽ ഇടപെട്ടത് കൊണ്ടാണ് ഇത് നടന്നത്. സന്തോഷകരമായ ഒരു ലക്ഷ്യത്തിലാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ ഒരു വിഷമവും എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാണ് തോന്നുന്നത്. സന്തോഷം എന്ന് പറയുന്നത് സൗപർണിക്ക് സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിച്ച് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് സന്തോഷത്തിന് പ്രധാനം നൽകുന്ന ഒന്ന്. 2 വീടില്ലാത്ത ഈ നാട്ടിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു അമ്മയുടെ വീട് നവീകരിച്ച് അവർക്ക് താമസിക്കാനുള്ള താക്കോൽ നൽകുന്ന ചടങ്ങിന്റെ സാക്ഷി വഹിക്കുക എന്നതും വലിയ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ മഹനീയമായ ചടങ്ങ് നിർവഹിക്കാൻ എത്തേണ്ടിയിരുന്ന VS-ന്റെ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നെല്ലാം ഒരു ആഗ്രഹത്തിൽ വന്നിരിക്കുന്നവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ VS-നെ കണ്ടോ എന്ന് ചോദിക്കുന്ന രാജസാറിനെയും പറയുമ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് വിഷമം, നിങ്ങൾക്ക് വിഷമാണെന്നുള്ള എല്ലാവരും MLA ചോദിച്ചു. VS വരാതെ ഞാൻ ഇങ്ങോട്ട് വരണോ, മുമ്പോട്ട് നിൽക്കുകയാണ്. അത് ലൈംഗികമായി യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. VS-ന്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഇവിടെ വരുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടല്ല. അല്ലെങ്കിൽ ക്ഷണിക്കാൻ ചെന്നപ്പോൾ തന്നെ ഒരു വീട് വെച്ച് കൊടുക്കുന്ന ചടങ്ങാണോ, ഒരു പുരുഷ സ്വയം സഹായ സംഘത്തിന് ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതാണ്, പ്രത്യേകിച്ച് കർഷകരെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കൃത്യമായിട്ടും വന്നിരിക്കുമെന്ന് 1 മാസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ TVയിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും സ്ത്രീകളൊക്കെയാണ് ഇരിക്കുന്നത്. അവിടെ റോഡിലിരിക്കുന്നത് 5000 സ്ത്രീകൾ 8 ദിവസമായിട്ട് റോഡിലിരിക്കുക. അവർ തമിഴിലാണ് പേശുന്നത്. അതുകൊണ്ടല്ല തമിഴിൽ തീർന്ന് പേശിക്കൊണ്ടിരിക്കുകയാണ്. ആ പേശലിന്റെ കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരെയൊക്കെ എതിരായിട്ട് ചെറുതായിട്ട് പേശുന്നുണ്ട്. യൂണിയൻ നേതാക്കന്മാരെ ചിലരെ ഓടിക്കുന്നുണ്ട്, ചിലർ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അത്ര തന്നെ സഹി കെട്ടുപോയി അവിടുത്തെ തൊഴിലാളി. കാരണം ലയങ്ങളിൽ വെള്ളമില്ല, വൈദ്യുതിയില്ല, കക്കൂസ് വൃത്തിയാക്കുന്നില്ല, ചോറും തൊലിക്കുന്നു. ഓണത്തിന് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അഡ്വാൻസ് അവർ കൊടുക്കുന്നില്ല. വീടിന്റെ താക്കോൽ ദാനവും ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. പരിപാടിയിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം K. ബാബു പണിക്കർ, CPIM അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി P.S. സോമൻ, ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V.K. സോമശേഖരപിള്ള തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു. റോഡിലേക്ക് വീഴാൻ തയ്യാറായി നിൽക്കുന്ന മരങ്ങൾ.
തെങ്കാശി തിരുവനന്തപുരം അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴയ്ക്ക് സമീപം കൂവക്കാട് മുതൽ തെന്മല ഡാം വരെ പാതയോരത്ത് കട്ടിങ്ങുകളിൽ നിൽക്കുന്ന വൻമരങ്ങളാണ് ഏതു നിമിഷവും റോഡിലേക്ക് പുഴുതു വീഴാവുന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നത്. യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണിയായി നിൽക്കുന്ന വനം വകുപ്പിന്റെയും മരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള പാഴ്മരങ്ങൾ പോലും പടുവൃക്ഷമായി വളർന്ന് റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുകയാണ്. ഇത് വഴിയാത്രക്കാർക്കും ഏറെ ഭീഷണി ഉയർത്തുന്നുണ്ട്. റോഡ് വികസനത്തിനായി മൺതിട്ടകൾ അരിഞ്ഞിറക്കിയെങ്കിലും ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തുടക്കത്തിലെ തയ്യാറാകാതിരുന്നതാണ് ഇവ വൻ മരങ്ങളാകാൻ കാരണമായത്. മരങ്ങൾ വളർന്നെങ്കിലും ഇവയുടെ ചുവട്ടിൽ മണ്ണില്ലാതായതോടെ ഇവ റോഡിന് കുറുകെ ചരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അല്പം വേരോട്ടമുണ്ടായിരുന്ന കട്ടിങ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്തരം 100ഓളം മരങ്ങളാണ് ഈ ഭാഗങ്ങളിലുള്ളത്. തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായുള്ള ഇവിടെ ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികളടക്കമുള്ള ആളുകളാണ് എത്തുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം അന്തർ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരും ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട്. വർഷകാലം ശക്തമാകുമ്പോൾ മരങ്ങൾ റോഡിലേക്ക് പുഴുതു വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും പതിവാണ്. പ്രശ്നത്തിന്റെ ഗൗരവം അധികൃതർക്ക് ബോധ്യമുണ്ടെങ്കിലും പരിസ്ഥിതി പ്രേമം നടിച്ച് വിഷയം നിസ്സാരവൽക്കരിച്ച് യാത്രക്കാരെ ദുരന്തത്തിലേക്ക് നയിക്കുകയാണ് സർക്കാർ. എറണാകുളത്ത് സ്കൂൾ ബസിന് മുകളിലേക്ക് മരം വീണ് മനുഷ്യജീവനുകൾ തന്നെ ഇല്ലാതായപ്പോൾ ജില്ലയിൽ പാതയോരത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ അടിയന്തര നടപടിയുണ്ടായി. അതുപോലെ ഇവിടെയും രക്തസാക്ഷികളെ സൃഷ്ടിച്ച ശേഷം നടപടിക്കായി കാക്കുകയാണ് സർക്കാരും ജനപ്രതിനിധികളും. ഇതോടെ ഈ ആഴ്ചയിലെ വീക്കെൻഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതിയ വിവരങ്ങളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.